ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയെക്കുറിച്ചുള്ള ആ രഹസ്യം അത് ധർമ്മൻ അറിയുക തന്നെ ചെയ്യും. മറ്റൊന്നുമല്ല, സുകന്യ തന്നെ രണ്ടാമതായി വിവാഹം കഴിച്ചതാണ് എന്നുള്ള കാര്യം ധർമ്മൻ മനസ്സിലാക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. അപ്പം അതിനു മുന്നേ തന്നെ ധർമ്മൻ്റെയും അതുപോലെ സുകന്യയ്ക്കും വേണ്ടി അച്യുതനും അനന്തനും ചേർന്ന് കടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ബാലൻ്റെ കടയുടെ അടുത്ത് തന്നെയാണ് അവരുടെ കടയും വരുന്നത്. അപ്പം ധർമ്മൻ്റെ കടയും ഒരു വിജയമായി തന്നെ മാറുന്നുണ്ട്. സുകന്യയും ധർമ്മന്റെ കൂടെ കടയിൽ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നും കരുതി നമ്മുടെ ബാലന്റെ ഗോമതി സ്റ്റോറിന് അച്യുതൻ വിചാരിച്ചത്ര പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ബാലൻ കാലങ്ങൾ കൊണ്ട് നേടിയെടുത്തൊരു പേരുണ്ട്. ആ പേര് തന്നെ ബാലന് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ധർമ്മം കടയൊക്കെ ഇട്ടതിൽ ബാലനും സന്തോഷം മാത്രമേ ഉള്ളൂ. അവനും നല്ല നിലയിൽ സ്വന്തമായി ഉയർന്നു വരുന്നത് കാണാൻ തന്നെയാണ് ബാലനും ആഗ്രഹിക്കുന്നത്. അപ്പം സുകന്യാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ എന്തോ ഭയന്നിക്കുന്നത് പോലെ ധർമ്മന് തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, സുകന്യ കടയിൽ പതിവായിട്ടിരിക്കുമ്പം സുകന്യയെ ഭയപ്പെടുത്താനായിട്ട് ആ ഒരുവൻ വരുന്നുണ്ട്. മറ്റാരുമല്ല, സുകന്യ ഏറ്റവും കൂടുതൽ ഭയന്ന സുകന്യയുടെ ആദ്യ ഭർത്താവ്. അയാളോടൊപ്പമുള്ള ജീവിതം സുകന്യയ്ക്ക് നരകതുല്യമായിരുന്നു. തികച്ചും മദ്യപാനിയായി സുകന്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അയാളെ കാണാൻ പോലും സുകന്യയ്ക്ക് ഓരോ നിമിഷവും ഭയമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് കടയിലേക്ക് പലപ്പോഴായിട്ട് സുകന്യയെ ഭയപ്പെടുത്താനായിട്ട് അയാൾ കടന്നു വരുന്നത്. എപ്പോഴും നമ്മൾ കാണുന്ന സുകന്യയെ അല്ല, ആദ്യ ഭർത്താവിൻ്റെ മുന്നിൽ തികച്ചും മറ്റൊരു വ്യക്തി. അത്രയധികം സുകന്യ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആദ്യ ഭർത്താവ് കേട്ടോ. അപ്പം നമ്മുടെ ധർമ്മൻ്റെ മുന്നിലൊക്കെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കുന്ന സുകന്യയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. തന്നെ പറ്റിയുള്ള സകല സത്യങ്ങളും ധർമ്മൻ മനസ്സിലാക്കുമോ എന്നുള്ള ഭയം സുകന്യെ കാർന്നു തിന്നുന്നുണ്ട്. എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആദ്യ ഭർത്താവിൻ്റെ മുന്നിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും വകവെച്ച് കൊടുക്കുന്നു പോലും ഇല്ല. അപ്പം സുകന്യ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഭയപ്പെടുന്നത് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് അയാൾക്ക്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമംഗലത്ത് വന്നു കഴിഞ്ഞും ഒരു സമാധാനമില്ലാതെയുള്ള സുകന്യയുടെ ഈ വെപ്രാളവും നടപ്പും ഒക്കെ രാജശ്രീ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ രാജശ്രീ അതിനെപ്പറ്റി തിരക്കുന്നുണ്ട്. നിനക്കിത് എന്തു പറ്റി? നിലാവത്തഴിച്ചുവിട്ട കോഴിയെ പോലെയാണല്ലോ നിന്റെ നടപ്പ്, ഒരു ശ്രദ്ധയുമില്ല. അല്ല, നിനക്ക് വാശിയായിരുന്നല്ലോ ആ ഗോമതി സ്റ്റോർ പൂട്ടിക്കണം, നിങ്ങളുടെ കട ഒരു വൻ വിജയമാക്കി മാറ്റണം, എന്നിട്ട് ഇങ്ങനെ നീ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുക. എൻ്റെ ചേച്ചി, ധർമ്മേട്ടൻ്റെ കട വിജയമാക്കി മാറ്റുക തന്നെ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷെ അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുക, എനിക്ക് പേടിയാകുന്നു എന്ന് പറയാം. ധർമ്മേട്ടൻ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ ധർമ്മേട്ടൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാകില്ല. നീ ആരെ പറ്റിയാണ് പറയുന്നത്? മറ്റാര്? എൻ്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ ആദ്യ ഭർത്താവ്. അയാൾ എന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ പറ്റിയുള്ള സകല കാര്യങ്ങളും അറിയാം. ധർമ്മേട്ടനോട് എല്ലാ കാര്യങ്ങളും അറിയിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറയണം. ധർമ്മനോട് നീ തന്നെ തുറന്നു പറ എന്നപ്പോൾ രാജശ്രീ പറയാം. ചേച്ചി എന്താ ഈ പറയുന്നത്? എൻ്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണെന്ന് ധർമ്മേട്ടനോട് എനിക്ക് പറയാനായിട്ട് പറ്റുമോ? ധർമ്മേട്ടനെ ചതിച്ചതുപോലെ ആകില്ലേ? ഒരിക്കലും ധർമ്മേട്ടൻ എന്നോട് ക്ഷമിക്കില്ല എന്ന് രാജശ്രീയോട് സുകന്യ പറയാണ്. എനിക്ക് ധർമ്മേട്ടൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം ചേച്ചി, എന്തെങ്കിലും എനിക്കൊരു വഴി പറഞ്ഞു താ എന്ന് പറയാണ്. ദേ സുകന്യെ, ഞങ്ങളെല്ലാവരും കൂടി അറിഞ്ഞാണ് ധർമ്മനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതെന്ന്. അവൻ അറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ നീ ഓർത്തിട്ടുണ്ടോ എന്ന് അപ്പം രാജശ്രീ ചോദിക്കുക. പിന്നെ ഒരിക്കലും അവൻ ഞങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. ഇക്കാര്യം അറിഞ്ഞപ്പം അനന്തേട്ടനും ഇന്ദിരാമ്മയ്ക്ക് പോലും എന്നോടും അച്ചുവേട്ടനോടും ഒരു ദേഷ്യം ഉണ്ടായതാ. പിന്നെ ഒരു വിധത്തിലാണ് അതൊക്കെ ഞങ്ങളൊന്ന് മാറ്റിയെടുത്തത് എന്നൊക്കെ രാജശ്രീ പറയാം. അപ്പോൾ ഈ രാജശ്രീയും സുകന്യയും തമ്മിലുള്ള സംസാരം നമ്മുടെ ധർമ്മൻ ആ റൂമിന്റെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. സുകന്യ പറയുന്ന ഓരോ കാര്യങ്ങളും ധർമ്മന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. തന്നെ വഞ്ചിച്ചുകൊണ്ട് രണ്ടാമതൊരു കല്യാണം തന്നെ കഴിച്ചതാണ് സുകന്യ എന്നുള്ള അറിവ് ധർമ്മനെ തകർത്ത് കളയുവാണ്. അതുമാത്രമല്ല, തൻ്റെ കൂടപ്പിറപ്പുകളും അതിന് കൂട്ടുനിന്നു എന്നുള്ള അറിവ് ധർമ്മനെ ശരിക്കും തകർത്ത് കളയുക. കാരണം അനന്തനും അതുപോലെ തന്നെ ഇന്ദിരാമ്മയ്ക്കും ഉൾപ്പെടെ കൃഷ്ണമംഗലത്തെ എല്ലാവർക്കും സുകന്യയുടെ കഴിഞ്ഞുപോയ ജീവിതത്തെ പറ്റി അറിയാം. അപ്പം താൻ ആരെ വിശ്വസിക്കണം എന്നറിയാതെ പാവം ധർമ്മ റൂമിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം സുകന്യ പെട്ടെന്ന് ഇതൊന്നും അറിയാതെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ധർമ്മൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അല്ല, ധർമ്മേട്ടൻ വന്നോ? എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത്? അല്ല, ഈ സമയത്ത് എന്തിനാ വന്നേ? കടയിൽ നല്ല തിരക്കുള്ള സമയമല്ലേ എന്നൊക്കെ സുകന്യ ചോദിക്കാം. അപ്പം സുകന്യയോടൊന്നും സംസാരിക്കാതെ ധർമ്മൻ ഇരിക്കുന്ന കാണുന്ന സുകന്യ ചോദിക്കും, ധർമ്മേട്ട ഇതെന്താ ഒന്നും സംസാരിക്കാത്തത്? ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കാം. സുകന്യെ, എനിക്കൊരു കാര്യം അറിയണം. നീ എന്നെ കല്യാണം
കല്യാണം കഴിച്ചത് രണ്ടാമതായിട്ടാണോ? നിന്റെ രണ്ടാം കല്യാണമാണോ ഇത് എന്ന് ചോദിക്കാം. അപ്പം ധർമ്മൻ ചോദിച്ച ആ ചോദ്യത്തിന് മുന്നിൽ സുഗിനി ഒന്ന് പതറി നിൽക്കുന്നുണ്ട്, ഞെട്ടിത്തെറിച്ച്. ധർമ്മേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഓ, ധർമ്മേട്ടൻ ഇപ്പം എന്നെ സംശയം തോന്നി തുടങ്ങിയല്ലേ എന്ന് വെറുതെ അങ്ങ് സുഗിനി പറയാം. സംശയമല്ല, നീയും ഏടത്തെയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നെ ചതിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നടത്തിയതായിരുന്നല്ലേ ഈ കല്യാണം എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന സുഗന്യയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് ബോധ്യപ്പെടുക. തല കുനിച്ചു നിൽക്കാണ്. എൻ്റെ ഏട്ടന്മാർ എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എല്ലാവരും അതിന് കൂട്ടു നിന്നല്ലോ എന്ന് പറയാം. നിനക്ക് എങ്ങനെ തോന്നി എന്ന് എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞെന്ന് കരുതി ഞാൻ നിന്നെ ചിലപ്പം ഉപേക്ഷിക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാനൊരു പാവമാണ്. എല്ലാവർക്കും എന്നെ തോന്നുന്ന പോലെ പറ്റിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ സാധിക്കുമല്ലോ എന്ന് ചോദിക്കാം. ധർമ്മേട്ട, ഞാൻ ചതിച്ചതല്ല, എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അന്ന് ധർമ്മേട്ടൻ്റെ കല്യാണം മുടങ്ങി നിന്നപ്പം എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച ഞാൻ ധർമ്മേട്ടൻ്റെ ഭാര്യയായി മാറിയത്. എൻ്റെ കല്യാണം അതൊരിക്കൽ കഴിഞ്ഞതാ, പക്ഷെ അതിനെ ഞാൻ ഒരു കല്യാണമായി പോലും കരുതുന്നില്ല. അത്രയ്ക്കും നരകതുല്യമായിരുന്ന ജീവിതമായിരുന്നു. എനിക്കതിൽ നിന്ന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മൻ്റെ കാലിലോട്ട് വീഴാം. അപ്പം സുഗിനെയും ധർമ്മനും തമ്മിലുള്ള ഈ സംസാരമൊക്കെ കൃഷ്ണമംഗലത്ത് എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം അനന്തൻ അങ്ങോട്ട് വരിക. എന്താ നിങ്ങളിവിടെ സംസാരിക്കുന്നത്? ഒച്ച പുറത്ത് കേൾക്കാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് കേൾക്കുന്ന ധർമ്മം പറയും, അനന്തേട്ടനെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഞാനൊരു മണ്ടന, എന്നെ ആർക്ക് വേണേലും പറ്റിക്കാം. എൻ്റെ ജീവിതം എന്തായാലും നിങ്ങളെ ഒന്നും അത് ബാധിക്കുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക. നീ എന്തൊക്കെയാടാ ഈ ധർമ്മ പറയുന്നത്? നിനക്ക് സ്വന്തമായിട്ടൊരു കട ഇട്ടു തന്നു, ഒരു വരുമാനമായി. നീ ഇപ്പം അഭിമാനത്തോടു കൂടിയല്ലേ ജീവിക്കുന്നേ എന്ന് അപ്പം അച്യുതനും അനന്തനും കൂടി ചോദിക്കുകയാണ്. അപ്പം ഇന്ദ്രാമ ചോദിക്കും, നീ എനിക്ക് എന്ത് പറ്റി മോനെ? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം. അമ്മയ്ക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു എന്ന് അപ്പം ധർമ്മം പറയാണ്. നീ എന്തിനെ പറ്റിയായി പറയുന്നത് എന്ന് ഇന്ദ്രാമ്മ ചോദിക്കുക. സുകന്യയുടെ രണ്ടാം കല്യാണമാണ് ഞാനുമായിട്ടുള്ളതെന്നുള്ള കാര്യം അമ്മ ഉൾപ്പെടെ ഈ കൃഷ്ണമംഗലത്ത് എല്ലാവർക്കും അറിയായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു വാക്ക് പോലും പറയാൻ തോന്നിയില്ലല്ലോ. അതെന്താ അമ്മേ, എന്നോട് എന്തുവാകാമെന്നാണോ എന്ന് ചോദിക്കുക. അതറിയുന്ന ഇന്ദ്രമ്മ ധർമ്മൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിക്കും. മോനെ, അമ്മയും ഇത് വൈകിയാടെ അറിഞ്ഞത്. നീയും സുകന്യയും തമ്മിൽ ഒരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയ്ക്ക് നിന്റെ മനസ്സിലേക്ക് ഒരു കരടായിട്ട് ഇക്കാര്യം അറിയിച്ച് നിങ്ങളുടെ കുടുംബം തകർന്നു പോകരുതെന്ന് ഞാൻ കരുതിയുള്ളടാ എന്നും പറഞ്ഞ് ഇന്ദ്രാമ്മ ധർമ്മൻ്റെ മുന്നിൽ നിന്ന് കരയാണ്. തൻ്റെ അമ്മ തൻ്റെ മുന്നിൽ കൈകൊപ്പി നിൽക്കുന്ന കാണുന്ന ധർമ്മൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കും കേട്ടോ. അപ്പം അനന്തനും പറയും, എനിക്കോ അമ്മയ്ക്കോ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇതറിഞ്ഞപ്പം നിന്നെ അറിയിച്ച് നിന്റെ ജീവിതം തകർക്കണ്ടെന്ന് കരുതി. നിന്റെ കല്യാണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നടന്നത്. ആ ജീവിതവും ഒന്നുമില്ലാതായി പോയാൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ ഞങ്ങളെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ധർമ്മനാണെങ്കിൽ അച്യുതൻ്റെ രാജശ്രീയുടെ മുന്നിലേക്ക് നിൽക്കുക. നിങ്ങൾക്ക് പ്രതികാരം വീട്ടാനും ദേവമംഗലത്തുള്ളവരുടെ പക വീട്ടാനുമുള്ള ഒരു വസ്തുവായിട്ടാണോ ഏട്ടൻ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുക. പെട്ടെന്ന് രാജശ്രീ പറയും, അയ്യോ ധർമ്മ, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. സുകന്യയുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണെങ്കിലും ഒരുപാട് കാലമൊന്നും അവരൊരുമിച്ച് ജീവിച്ചിട്ടൊന്നുമില്ല. അവനൊരു സൈക്കോ ആയിരുന്നു, ഒരുപാട് മദ്യപിച്ച് ഇവളെ ഉപദ്രവിക്കുന്ന ഒരുത്തൻ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി ആ കല്യാണം വേർപ്പെടുത്തി അവളെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ നീയുമായിട്ടുള്ള ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവളൊന്ന് ജീവിക്കുന്നത്. ഇതവളുടെ ആദ്യ കല്യാണം പോലെ തന്നെയാണ്. അവൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ എല്ലാവരും വെറുതെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നത് എന്ന് കരുതി, അല്ലാതെ നിന്നെ ചതിക്കണമെന്ന് കരുതിയല്ല. നിന്റെ കല്യാണം മുടങ്ങി നീ അവിടെ നിന്നപ്പം എത്രയും വേഗം ഒരു കല്യാണം നിനക്ക് നടത്തിക്കണമെന്ന് ഞങ്ങൾ കരുതി, അത്രേ ഉള്ളൂ. അത് കേൾക്കുന്ന ധർമ്മം പറയും, ഹോ, ഏടത്തിയേട്ടനും കഷ്ടപ്പെട്ട് എന്നോട് സഹതാപം കാണിച്ചതായിരിക്കും അല്ലേ. ആ കല്യാണം എങ്ങനെയാണ് മുടങ്ങിയതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ പ്രതികാരം വീട്ടാനായിട്ട് നിങ്ങളായിട്ട് തന്നെയല്ലേ എൻ്റെ കല്യാണം മുടക്കിയത്. എന്നിട്ട് ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ. ദേവമംഗലത്ത് ഇതിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന് പെട്ടെന്ന് നമ്മുടെ ധർമ്മം പറയാം. അത് കേൾക്കുന്ന അച്യുതനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എങ്കിൽ നീ ചെല്ലടാ, നീ ദേവമംഗലത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോ എന്ന് പറയാം. അപ്പം ധർമ്മനാണ് ദേഷ്യത്തോടു കൂടി അച്യുതനോട് സംസാരിക്കുക. ഇനി നിങ്ങളോട് മിണ്ടാൻ പോലും എനിക്ക് താല്പര്യമില്ല. എന്നെ ചതിച്ച് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിങ്ങൾ ഇനി എന്നെ കൊല്ലാനും മടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അച്യുതനോട് പറയാം. അത് കേൾക്കുന്ന ഇന്ദ്രാമ വാ പൊത്തിപ്പിടിക്കുകയാണ്. മോനെ ധർമ്മ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ നശിച്ചു കാണണമെന്ന് ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ലടാ. നിന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാനായിട്ടാ അമ്മയും അനന്തനും
ഒക്കെ ഇത് മറച്ചു വെച്ചത് എന്ന് പറയാം. വേണ്ടമ്മേ, നിങ്ങൾക്ക് ആർക്കും എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല എന്നെനിക്ക് മനസ്സിലായി. എനിക്കൊരു സങ്കടം വന്നപ്പം എൻ്റെ കൂടപ്പറപ്പുകളും അമ്മയും ഉള്ളിടത്തേക്ക് ഞാൻ ഓടി വന്നു. അതെൻ്റെ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ അന്യം തന്നെയായിരുന്നു. എന്നോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെയാ എന്ന് പറയാം. ഞാൻ ആരും ആയിരുന്നില്ല. എന്നെ എപ്പോൾ വേണേലും ആർക്ക് വേണേലും പറ്റിക്കാം, വേദനിപ്പിക്കാം. ഇനി ഒരു ബന്ധവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ധർമ്മ റൂമിലേക്ക് കയറി പോവാണ്. ധർമ്മൻ്റെ ആ വാക്കുകൾ കേൾക്കുന്ന ഇന്ദ്രാമ്മയും അനുദിനും ഒരുപാട് തകർന്നു പോവാണ് കേട്ടോ. ഇതേ സമയം തൻ്റെ ജീവിതം ഇല്ലാണ്ടായി പോയോ എന്നുള്ള വേദനയിൽ സുകന്യ ഓടി ധർമ്മൻ്റെ കാലിലേക്ക് പോയി വീഴാണ്. ധർമ്മേട്ട, എന്നെ ഉപേക്ഷിക്കരുത്. ധർമ്മേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ ഈ ലോകത്ത് ധർമ്മേട്ടനെ സ്നേഹിക്കുന്നത് പോലെ ആരെ സ്നേഹിക്കുന്നില്ല. എന്നോട് ക്ഷമിക്ക്. ധർമ്മേട്ടനെ വേദനിപ്പിക്കണമെന്ന് കരുതി മറച്ചു വെച്ചതല്ല. ഞാൻ പോലും ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല പറയാൻ. അത്രയ്ക്കും നരകമാർന്ന ഒരു ജീവിതമായിരുന്നു എന്ന് പറഞ്ഞ് സുകന്യ പൊട്ടിക്കരയാണ്. ഒരു പെൺകുട്ടിയുടെ യാതന മുഴുവനും കേൾക്കുമ്പം ധർമ്മന് സുകന്യയോട് സഹതാപം തോന്നുന്നുണ്ടെങ്കിലും തന്നോട് എല്ലാവരും കൂടി ചെയ്ത ഈ ചതി ധർമ്മൻ്റെ മനസ്സിൽ തന്നെ കിടക്കാണ് കേട്ടോ. അപ്പോൾ ധർമ്മം വേദനയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.